പുതിയ ക്ലാസ്സുകളിലേക്കായി നമ്മുടെ കുട്ടികളെ സ്കൂളിൽ ചേർക്കാനുള്ള അപേക്ഷ ഓൺലൈനായി വളരെ എളുപ്പത്തിൽ നമുക്ക് സമർപ്പിക്കാൻ സാധിക്കും. നമ്മുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോൺ ഉപയോഗിച്ച് തന്നെ ഇത് നമുക്ക് സാധിക്കുന്നതാണ്. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ സമ്പൂർണ്ണ സൈറ്റിൽ ഗവൺമെൻറ് ഇതിനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. sampurna.kite.kerala.gov.in എന്ന ഈ വെബ് അഡ്രസ്സിൽ ഏതെങ്കിലും ഒരു ബ്രൗസറിൽ സെർച്ച് ചെയ്യുക. നമുക്ക് പുതിയ ഒരു ക്ലാസ്സിലേക്ക് നമ്മുടെ കുട്ടിയുടെ അഡ്മിഷൻ എടുക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഓൺലൈൻ അഡ്മിഷൻ എന്ന ഈ മെനുവിൽ ക്ലിക്ക് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ഓൺലൈൻ ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്താൽ മറ്റൊരു വിദ്യാലയത്തിലേക്ക് അഡ്മിഷൻ ആഗ്രഹിക്കുന്ന നമ്മുടെ കുട്ടിക്ക് ഓൺലൈനായിട്ട് എങ്ങനെ TCക്ക് അപേക്ഷിക്കാം എന്നതാണ്. ഇതിനെക്കുറിച്ച് നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം. ഇന്ന് നമ്മുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോണോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറോ ഉപയോഗിച്ച് ഓൺലൈൻ അഡ്മിഷൻ എങ്ങനെ എടുക്കാം എന്നുള്ളതാണ് പറയുന്നത്. നിങ്ങൾ മൊബൈൽ ഫോണിൽ ഇത് ചെയ്യുന്നതാണ് ഏറെ സൗകര്യപ്രദം. മൊബൈൽ ഫോണിൽ ചെയ്യുമ്പോഴും കമ്പ്യൂട്ടറിൽ ചെയ്യുമ്പോഴും തുറന്നു വരുന്ന ഇൻ്റർഫേസ് ഒരുപോലെ തന്നെയാണ്. ഇവിടെ നിങ്ങൾക്ക് കാര്യങ്ങൾ കൂടുതൽ വിശദീകരിക്കാൻ വേണ്ടിയിട്ടാണ് വലിയ സ്ക്രീൻ കാണിക്കാനായി ഞാൻ ഇവിടെ കമ്പ്യൂട്ടറിൽ ചെയ്ത് കാണിക്കുന്നത്. നിങ്ങൾക്ക് മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ഇത് വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്യാൻ സാധിക്കും. ഈ കാണുന്ന ഓൺലൈൻ അഡ്മിഷൻ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഒരു അഡ്മിഷൻ ഫോം ടാബ് തുറന്നു വരും. കുട്ടിയെക്കുറിച്ചുള്ള വ്യക്തിഗതമായ വിവരങ്ങളാണ് ഈ ടാബിൽ നൽകേണ്ടത്. കുട്ടിയുടെ മുഴുവൻ പേര് ഇംഗ്ലീഷിൽ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. മലയാളത്തിൽ നിങ്ങൾക്ക് എഴുതാൻ അറിയുമെങ്കിൽ മൊബൈൽ ഫോണൊക്കെ ഉപയോഗിച്ച് പലർക്കും ചെയ്യാൻ സാധിക്കുമായിരിക്കും. പറ്റുമെങ്കിൽ മലയാളത്തിലും ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇത് മാൻഡേറ്ററി അല്ല, ഇവിടെ എഴുതിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. അടുത്തത് നാഷണാലിറ്റി സെലക്ട് ചെയ്യുക. ജെൻഡർ ആണോ പെണ്ണോ എന്ന് നമുക്ക് ടിക്ക് കൊടുക്കാം. അടുത്തതൊന്നും വളരെ പ്രധാനപ്പെട്ടതല്ല, പക്ഷേ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. സ്റ്റുഡൻറ്റ് EID ഓർ UID പ്രസൻറ്റ്. നമ്മൾ ഓൺലൈനായിട്ട് അപേക്ഷിക്കുന്ന സമയത്ത് കുട്ടിയുടെ EIDയോ UIDയോ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ ആധാർ കാർഡ് ഉണ്ടെങ്കിൽ യെസ് കൊടുക്കുക. അല്ലെങ്കിൽ EID കാർഡ്, ആധാർ കാർഡ് എടുക്കാൻ കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടിയ EIDയുടെ നമ്പർ ഉണ്ടെങ്കിൽ ഇവിടെ യെസ് കൊടുക്കുക. ഇനി നമ്മുടെ കുട്ടിക്ക് UIDയോ അതേപോലെ തന്നെ EIDയോ ലഭിച്ചിട്ടില്ല എങ്കിൽ അവിടെ നോ കൊടുക്കുക. നോ കൊടുത്തു കഴിഞ്ഞാൽ റീസൺ ഫോർ നോട്ട് ഹാവിങ് EID ഓർ UID എന്ന് ചോദിക്കും. അപ്പോൾ അതിനൊരു കാരണം അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഇനി അടുത്ത ടാബിൽ കുട്ടിയുടെ അഡ്മിഷൻ ഡീറ്റെയിൽസ് ആണ്. നമ്മളുടെ ജില്ല ഏതെന്ന് സെലക്ട് ചെയ്യുക. ജില്ല സെലക്ട് ചെയ്താൽ നമ്മുടെ തൊട്ടടുത്ത് കാണുന്ന സെലക്ട് സ്കൂൾ എന്ന ടാബ്, അതിൽ നിന്നും ഏത് സ്കൂളിലേക്കാണ് അഡ്മിഷൻ ആഗ്രഹിക്കുന്നത് എന്ന് കണ്ട് ഡ്രോപ്പ് ഡൗണിൽ നിന്നും അത് സെലക്ട് ചെയ്യുക. നിങ്ങൾക്ക് സ്കൂൾ കോഡ് അറിയാമെങ്കിൽ മുകളിലത് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ എളുപ്പത്തിൽ കണ്ടെത്താൻ സാധിക്കും. നിങ്ങളുടെ സ്കൂൾ തല ഗ്രൂപ്പുകളിൽ അധ്യാപകരോട് സ്കൂൾ കോഡ് ആവശ്യപ്പെട്ടാൽ മതി. ഇനി ഏത് ക്ലാസ്സിലേക്കാണ് അഡ്മിഷൻ ആഗ്രഹിക്കുന്നത് എന്ന് കണ്ട് ക്ലാസ് കൊടുക്കുക. ഇനി കുട്ടിയുടെ ഡേറ്റ് ഓഫ് ബർത്ത്, ആദ്യം തീയതി, പിന്നെ മാസം, പിന്നെ വർഷം എന്നുള്ള രീതിയിൽ കൊടുക്കുക. പ്ലേസ് ഓഫ് ബർത്ത് കൊടുക്കുക. അതേപോലെ ബ്ലഡ് ഗ്രൂപ്പ്, അത് മാൻഡേറ്ററി അല്ല, അറിയുമെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. അടുത്തായിട്ട് സെലക്ട് ചെയ്യേണ്ടത് റിലീജിയൻ. തൊട്ടടുത്ത് കാണുന്ന കാറ്റഗറി എന്നതിൽ നിന്ന് ഏത് വിഭാഗമാണോ, OBC ആണോ, SC ആണോ, ST ആണോ, ജനറൽ ആണോ എന്ന് സെലക്ട് ചെയ്യുക. കാസ്റ്റ് ഇവിടെ എഴുതുകയും ചെയ്യാം. ഇനി അടുത്തായിട്ട് കൊടുക്കേണ്ടത് നമുക്ക് കുട്ടിയുടെ രക്ഷിതാവിൻ്റെ ഡീറ്റെയിലുകളാണ്.
അപ്പം ആദ്യമായിട്ട് അമ്മയുടെ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം മലയാളത്തിലും കൊടുക്കാം. ഗാർഡിയൻ അമ്മയാണെങ്കിൽ അമ്മ എന്ന് കൊടുക്കാം, അച്ഛനാണെങ്കിൽ അച്ഛൻ എന്ന് കൊടുക്കാം. ഇനി നെയിം ഓഫ് ദ ഫാദർ കൊടുക്കുക. മലയാളത്തിലും ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞ് റിലേഷൻഷിപ്പ്, അപ്പോൾ ഈ ഗാർഡിയൻ്റെ റിലേഷൻഷിപ്പ് എന്താണ് എന്നുള്ളത്, ഫാദർ ആണെങ്കിൽ ഫാദർ എന്ന് കൊടുക്കാം. അടുത്തത് ഗാർഡിയൻ, അമ്മയാണോ അച്ഛനാണോ, ഇനി മറ്റു വല്ലവരും ആണെങ്കിൽ ആ പേര് അവിടെ കൊടുക്കുക. ഇനി ഈ ഗാർഡിയൻ്റെ തൊഴിൽ കൊടുക്കുക. അദ്ദേഹത്തിൻ്റെ വാർഷിക വരുമാനവും ഇവിടെ നൽകുക. APL ആണോ BPL ആണോ എന്ന് സെലക്ട് ചെയ്ത് ടിക്ക് കൊടുക്കുക. ഇത്രയാണ് നമ്മൾ പാരൻ്റൽ ഡീറ്റെയിൽ നൽകാനുള്ളത്. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ സേവ് ആൻഡ് കണ്ടിന്യൂ എന്നുള്ള ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മൾ നൽകിയിരിക്കുന്ന ആപ്ലിക്കേഷൻ സേവ്ഡ് സക്സസ്ഫുള്ളി. ഇനി അടുത്ത് നൽകേണ്ടത് അഡ്രസ് ഡീറ്റെയിൽ ആണ്. നമ്മുടെ വീട്ടുപേര് മുഴുവനായിട്ട് നൽകുക. അതേപോലെ സ്ട്രീറ്റ്, അതേപോലെ സ്റ്റേറ്റ് സെലക്ട് ചെയ്യുക. അതേപോലെ നമ്മുടെ റവന്യൂ ഡിസ്ട്രിക്ട്, ഇതൊക്കെ ഡ്രോപ്പ് ഡൗൺ മെനുവിൽ നിന്ന് നമുക്ക് സെലക്ട് ചെയ്യാം. താലൂക്ക്, ഡിസ്ട്രിക്ട് പഞ്ചായത്ത്, അതേപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്ത്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് തന്നെ ഈ ഡ്രോപ്പ് ഡൗൺ തന്നെ നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. തുടർന്ന് പിൻ നമ്പർ കൊടുക്കാം. ഇമെയിൽ ID നിങ്ങൾക്കുണ്ടെങ്കിൽ അതിവിടെ കൊടുക്കുന്നത് നന്നായിരിക്കും. അതേപോലെ നമ്മുടെ ഉപയോഗത്തിലുള്ള ഒരു ഫോൺ നമ്പറും കൊടുക്കുക. അടുത്ത ടാബിൽ കുട്ടികളുടെ ബാങ്ക് ഡീറ്റെയിൽ നൽകാനുള്ളതാണ്. കഴിയുമെങ്കിൽ കൃത്യമായ കുട്ടിയുടെ പേരിൽ ബാങ്ക് അക്കൗണ്ട് എടുത്തിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് നൽകുന്നത് ഭാവിയിൽ ഒരുപാട് പ്രയോജനകരമായിരിക്കും. ബാങ്ക് സെലക്ട് ചെയ്യുക. അതേപോലെ തന്നെ ഏത് ബ്രാഞ്ചാണെന്ന് നൽകുക. ആ ബാങ്കിൻ്റെ IFSC കോഡ് നൽകുക. അക്കൗണ്ട് നമ്പർ തെറ്റാതെ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അഡീഷണൽ ഡീറ്റെയിൽസ് എന്ന ടാബിൽ നമ്മൾ നിർബന്ധമായും കുട്ടിയുടെ 2 ഐഡൻറ്റിഫിക്കേഷൻ മാർക്ക് 2 നൽകേണ്ടതുണ്ട്. അത് ഇംഗ്ലീഷിൽ തന്നെ നൽകാൻ ശ്രദ്ധിക്കുക. ഈ 2 ടാബുകളിലായിട്ട് അത് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി കുട്ടി ആഗ്രഹിക്കുന്ന പഠന മാധ്യമം മലയാളം മീഡിയമാണോ ഇംഗ്ലീഷ് മീഡിയം ആണോ എന്നത് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യുക. എന്നിട്ട് സേവ് ആൻഡ് പ്രിവ്യൂ എന്നത് കൊടുക്കുക. നമ്മുടെ അഡ്മിഷൻ ഫോം നമ്മൾ ഫില്ല് ചെയ്ത ഡീറ്റെയിൽസൊക്കെ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. എന്തെങ്കിലും കറക്ഷൻസ് ആവശ്യമാണെങ്കിൽ ഇവിടെ അഡ്രസ് ഡീറ്റെയിൽസിൻ്റെ താഴത്ത് കാണുന്ന എഡിറ്റ് എന്നുള്ള ആ പേനയുടെ ഐക്കണിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ആവശ്യമായ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കുന്നതാണ്. ഒരു തവണയും കൂടെ കൃത്യമായിട്ട് ഓരോന്ന് ചെക്ക് ചെയ്യുക. എന്നിട്ട് ആവശ്യമായ ഡീറ്റെയിൽ വേണമെങ്കിലും അതേപോലെ പാരൻ്റൽ ഡീറ്റെയിൽ വേണമെങ്കിലും നമുക്ക് എഡിറ്റ് ചെയ്യാവുന്നതാണ്. കറക്റ്റാണ് എന്ന് കണ്ടാൽ സേവ് ആൻഡ് കണ്ടിന്യൂ എന്ന് കൊടുക്കുക. അപ്പോൾ നമുക്ക് മുകളിൽ കൊടുത്തിരിക്കുന്ന കാര്യങ്ങളെല്ലാം എൻ്റെ പൂർണ്ണ അറിവോടെയാണ് എന്ന് സൂചിപ്പിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് കാണാം, ഒരു സത്യപ്രസ്താവന. അതിന് നേരെയുള്ള ബോക്സിൽ ടിക്ക് കൊടുത്ത് ഫൈനൽ സബ്മിറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അടുത്ത ടാബിൽ ആപ്ലിക്കേഷൻ സബ്മിറ്റഡ് ടു ദ സ്കൂൾ സക്സസ്ഫുള്ളി എന്ന് എഴുതിയത് കാണാം. ഇവിടെ ആപ്ലിക്കേഷൻ നമ്പർ പ്രത്യേകം നോട്ട് ചെയ്യുക. ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് എന്നതിൽ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ആപ്ലിക്കേഷൻ്റെ സ്റ്റാറ്റസ് നമുക്കറിയാൻ സാധിക്കുന്നതാണ്. നമ്മൾ ഓൾറെഡി നോട്ട് ചെയ്ത് വെച്ച ആപ്ലിക്കേഷൻ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. കുട്ടിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഈ കോളത്തിൽ നൽകുക. എന്നിട്ട് ചെക്ക് സ്റ്റാറ്റസ് എന്നതിൽ ക്ലിക്ക് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് ഇവിടെ കാണാവുന്നതാണ്. നമ്മുടെ കുട്ടിയുടെ പേരും സ്കൂളും ക്ലാസ്സും അതിൻ്റെ സ്റ്റാറ്റസ് ആപ്ലിക്കേഷൻ പ്രോസസ്സിങ്, അത് സ്കൂൾ അധികൃതർ അത് ഫൈനലായിട്ട് പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് കാണിക്കുന്നത്. ഇനി സ്കൂൾ അതോറിറ്റി നിങ്ങളുടെ ഓൺലൈൻ അപേക്ഷ കൃത്യമായി ചെക്ക് ചെയ്ത് അത് ഓക്കെ ആണ് എന്ന് കണ്ടാൽ അവരത് അപ്രൂവ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ചെക്ക് ചെയ്താൽ നിങ്ങളുടെ കുട്ടിയുടെ
ഓൺലൈൻ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് പ്രൊവിഷണലി അഡ്മിറ്റഡ് എന്ന് കാണാവുന്നതാണ്. കാരണം ഇങ്ങനെ കാണാനുള്ള കാരണം, നമ്മളിത് ഓൺലൈനായിട്ടാണ് അപേക്ഷ കൊടുക്കുന്നത്. നമുക്ക് കുട്ടിയുടെ ആധികാരികമായ പല രേഖകളും സ്കൂളിൽ സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട്. അത് സബ്മിറ്റ് ചെയ്ത ശേഷം കുട്ടിക്ക് പൂർണ്ണമായിട്ടും അഡ്മിഷൻ നൽകുന്നതാണ്. ഇനി നിങ്ങൾ നൽകിയിരിക്കുന്ന വിവരങ്ങളിൽ എന്തെങ്കിലും അപാകതകളുണ്ടെങ്കിൽ അവിടെ സ്റ്റാറ്റസ് റിജക്റ്റഡ് എന്ന് കാണാവുന്നതാണ്. അപ്പോൾ അതിനുള്ള കാരണങ്ങൾ എന്താണ് എന്ന് വിളിച്ചന്വേഷിച്ച് നിങ്ങൾക്ക് ഇതേ ആപ്ലിക്കേഷൻ വീണ്ടും റീസബ്മിറ്റ് ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ നോട്ട് ചെയ്ത് വെച്ച ആപ്ലിക്കേഷൻ നമ്പർ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഫോർഗോട്ട് രജിസ്ട്രേഷൻ നമ്പർ എന്ന് കാണുന്ന ഇവിടെ ക്ലിക്ക് ചെയ്താൽ നമുക്ക് നമ്മുടെ ഫോൺ നമ്പറും അതേപോലെ കുട്ടിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് നൽകിയാൽ ആ ആപ്ലിക്കേഷൻ നമ്പർ വീണ്ടും ലഭിക്കുന്നതാണ്. ഗെറ്റ് ആപ്ലിക്കേഷൻ നമ്പർ എന്നതിൽ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ മുന്നേ എഴുതി വെച്ച നമ്മുടെ ആപ്ലിക്കേഷൻ നമ്പർ നമുക്ക് വീണ്ടും ലഭിക്കുന്നതാണ്. ഇങ്ങനെയാണ് ഈ ഒരു അധ്യയന വർഷത്തിലേക്ക് സ്കൂളിൽ നേരിട്ട് എത്താതെ നമ്മുടെ കുട്ടികൾക്കായിട്ട് ഓൺലൈൻ പ്രവേശനം നൽകുന്നത്. അപ്പോൾ എങ്ങനെയാണ് ടി സിക്ക് എങ്ങനെയാണ് ഓൺലൈനായിട്ട് അപേക്ഷ നൽകുന്നത് എന്ന് അടുത്ത വീഡിയോയിൽ നമുക്ക് പറയാം. അതിൻ്റെ ഒരു ലിങ്ക് ഞാൻ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം.